യോഗി ആദിത്യനാഥിന്റെ പോലീസ് എൻകൗണ്ടറിൽ ആ വമ്പൻ കൊലയാളിയെയും തീർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 9-ന് സുഹൈൽ ഗാർഡൻ എന്ന് പറയുന്ന കോളനിയുടെ വീട്ടിൽ നിന്ന് 5 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ആ 5 മൃതദേഹങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹം ഷീറ്റിൽ പൊതിഞ്ഞ് ഇരട്ട കിടക്കയുടെ പെട്ടിയിൽ നിറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദമ്പതികളുടേത് ബാഗിലാക്കിയ നിലയിൽ, അതായത് ദമ്പതികളുടെ മൃതദേഹം കൊത്തിയരിഞ്ഞ് ബാഗിലാക്കിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കൊലയാളികൾ 5 പേരെയും ഈ കൊലപാതക 5 പേരെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുകയും കല്ല് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിക്കുകയും തലയറുക്കുകയും ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും മൃതദേഹം വീട്ടിന് പുറത്തു കൊണ്ടുപോയി ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പോസ് ചെയ്യാനായിരുന്നു കൊലയാളിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ആ ഒരു പരമ്പര നാട്ടുകാരറിയുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മീററ്റിലെ കുടുംബ കൊലപാതകങ്ങളെക്കുറിച്ച് ഉത്തർപ്രദേശ് മാധ്യമങ്ങൾ ഇത്രയും കാലം ഘോരം ചർച്ച നടത്തി. അതിലെ കൊലപാതകയായിട്ടുള്ള നയീം ബാബയെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് എൻകൗണ്ടറിലൂടെ കൊന്നു തള്ളിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇയാൾ ഒളിവിലായിരുന്നു. ഇയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് 50,000 രൂപ പാരിതോഷികം നൽകാമെന്നും പോലീസ് പറഞ്ഞിരുന്നു. ജനുവരി 9-നാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ 5 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ഈ വിഷയം ഉണ്ടാകുന്നത്. ശനിയാഴ്ച പ്രാദേശിക പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. രണ്ടാനച്ഛനെയും ഭാര്യയെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾക്ക് ഇപ്പോൾ പോലീസ് ഇയാളെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിരിക്കുന്നത്. കൊത്തുപണിക്കാരനായ മോയിൻ 32 വയസ്സ്, ഭാര്യ ആസ്മാൻ, മക്കളായ അക്സ, അസീസ, അലൈപാസ എന്നിവരാണ് മരിച്ചത് ഇയാളുടെ ക്രൂരമായ കരങ്ങൾ കൊണ്ട്. എന്തായാലും പോലീസ് വെടിവെപ്പിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് മീററ്റിലെ സുഹൈൽ ഗാർഡനിൽ പോലീസുകാർ ഇയാൾ ഉണ്ടെന്നറിഞ്ഞ് പോലീസുകാർ ഇയാളെ വളഞ്ഞിരുന്നു. ഒരു പോലീസ് സംഘം ഇയാളെ കണ്ടെത്തി. അയാൾ തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. അതേസമയം എൻകൗണ്ടറുകളിലെല്ലാം പോലീസുകാർ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കും ആക്രമിക്കേണ്ടി വന്നു എന്നാണ്. സമാനമായ രീതിയിൽ അവിടെയുള്ള കുറ്റവാളിയുടെ കയ്യിൽ പിസ്റ്റൽ ഉണ്ടായിരുന്നു. ആ പിസ്റ്റൽ വെച്ച് അയാൾ ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്നത്. അയാൾക്ക് നേരെ ഒരുപാട് തവണ വെടിയുതിർത്തിരുന്നു പോലീസ് നയീം ബാബയ്ക്ക് നേരെ. അതിലൊരു ബുള്ളറ്റ് ഇയാളുടെ നെറ്റിയിൽ തുളച്ചു കയറിയാണ് ഇയാൾ മരണപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇയാളുടെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാരാണ് ഈ കാര്യവും പറഞ്ഞത്. നെറ്റിയിൽ തുളച്ചു കയറിയ ഒരു ബുള്ളറ്റാണ് ഇയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മീററ്റിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിപിൻ സാഡയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മീററ്റിലെ കൊലപാതകങ്ങൾക്ക് പുറമെ പിടിച്ചുപറി, മോഷണം, ബലാത്സംഗം, പോരാത്തതിന് കൊള്ള എന്നിങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഈ നയീം ബാബയെ ഡൽഹിയിലും മഹാരാഷ്ട്രയുമുള്ള പോലീസ് തിരയുന്നുണ്ടായിരുന്നു. എന്തായാലും ഡൽഹിയിലെ പോലീസിന് ഇയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മഹാരാഷ്ട്രയിലെ പോലീസിന് ഇയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. രാജസ്ഥാനിലെ പോലീസ് ഇയാൾക്ക് വേണ്ടി SSP 8 പോലീസ് സംഘങ്ങളെ രൂപീകരിക്കുകയും ഇയാളെ കണ്ടുപിടിക്കാനുള്ള നീക്കങ്ങൾക്കായി വലിയ രീതിയിൽ ഇയാൾക്കായി വല വിരിക്കുകയും ചെയ്തു. എന്നിട്ടും രാജസ്ഥാനിലെ മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിൽ എന്നിവിടെയുള്ള പോലീസുകാർക്കും ഇയാളെ കണ്ടെത്താനായി സാധിച്ചില്ല. അവിടെയെല്ലാം ഇയാൾക്ക് വേണ്ടി റെയ്ഡുകൾ നടന്നിരുന്നു എന്ന റിപ്പോർട്ട് വന്നിരുന്നു. അതേസമയം ഉത്തർപ്രദേശിന്റെ പോലീസിനും ഇയാളെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇയാളെ ശവമായി മാത്രമേ ഉത്തർപ്രദേശിന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അതും ഉത്തർപ്രദേശ് പോലീസുമായുള്ള എൻകൗണ്ടറിൽ അവരുടെ വെടിയേറ്റ് മരിച്ച ശവമായ ഒരു മൃതദേഹമായാണ് ഇയാളെ കിട്ടിയത്. എന്തായാലും കൊലപാതകം നടത്തുന്ന ആൾക്കാർക്ക് ഇതൊരു താക്കീതാണ് എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോൾ ഈ വാർത്ത ഉത്തർപ്രദേശിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.